أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീറുൽ അസീസ് അവരുടെ പ്രത്യേകമായ നിർദ്ദേശവും പ്രത്യേകമായ അനുഗ്രഹവും പ്രത്യേകമായ ദുആയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംഗമം നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2014 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ വലിയ പെരുന്നാൾ സുദിനത്തോടനുബന്ധിച്ച് ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ മഹത്വപ്പെടുത്തിയിരിക്കുന്ന ഈ ദിനങ്ങളിൽ നമ്മളുടെ ആത്മീയ ചൈതന്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നാം ഉണരുന്നതിന്, നമ്മെ ഉണർത്തുന്നതിന് ഖലീഫത്തുള്ള പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചന പൂർത്തീകരണം ഓരോ നൂറ്റാണ്ടുകളിലും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യബ്അഥു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഈ പ്രവചനമാണ് ഓരോ നൂറ്റാണ്ടിലും പുലർന്നുകൊണ്ടിരിക്കുന്നത്. 14 നൂറ്റാണ്ടുകളിലും പുലർന്നു എന്ന് അഹ്മദിയ ജമാഅത്ത് ഉദ്ഘോഷിക്കുന്നു. അതുപോലെ പല നൂറ്റാണ്ടുകളിലും മുജദ്ദിദീങ്ങൾ വന്നിരുന്നു, മുഹീദ്ദീന്മാർ വന്നിരുന്നു എന്ന് മറ്റിതര വിഭാഗങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഈ പരിശുദ്ധമായ തിരുവചനത്തിന്റെ പൂർത്തീകരണം നിങ്ങൾ ഒന്നുകൂടി ആ വചനത്തെ ശ്രദ്ധിക്കുക. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു യബ്അഥു നിയോഗിക്കുന്നതാണ് ലിഹാദിഹിൽ ഉമ്മത്തി, ഈ സമുദായത്തിന് വേണ്ടി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൽ, ഓരോ നൂറ്റാണ്ടിന്റെയും തലയ്ക്ക് മൻ യുജദ്ദിദു ലഹാ ദീനഹാ, ഈ ദീനിനെ നവീകരിക്കുന്നതിന്, പരിഷ്കരിക്കുന്നതിന്, സംസ്കരിക്കുന്നതിന്, ശുദ്ധീകരിക്കുന്നതിന് എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഈ പ്രവചനം ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടേ വരേണ്ടത്. ഇതിനെ ആർക്കും മാറ്റുവാനോ തിരുത്തുവാനോ സാധ്യമല്ല. കാരണം ഈ പ്രവചനങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി ലോകപ്രവാചകനായ, വിശുദ്ധ പ്രവാചകനായ, ഖാതമുൻ നബിയ്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിന്റെ പൂർത്തീകരണമായിട്ട് 15-ാം നൂറ്റാണ്ടിൽ അല്ലാഹു തആല ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെയും സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായി എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മൗറീഷ്യസിൽ നിന്നുകൊണ്ട് ഒരു നാദം, ഒരു ശബ്ദം ലോകമെമ്പാടും മുഴങ്ങി. കണ്ണുള്ളവർ കാണുവാനും, ചെവിയുള്ളവർ കേൾക്കുവാനും, ഹൃദയമുള്ളവർ ചിന്തിക്കുവാനും, മസ്തിഷ്കമുള്ളവർ ആ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നത്? അല്ലാഹുവിലേക്ക് വരുവാൻ, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലേക്ക് വരുവാൻ, വിശ്വപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലേക്ക് വരുവാൻ. എന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ശരിയായ മാർഗദർശനം നൽകുന്നതിന് വേണ്ടി ഈ നൂറ്റാണ്ടിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. അടുത്ത നൂറ്റാണ്ടുകളിൽ ഇതുപോലെ മുജദ്ദിദീങ്ങൾ, മുഹീദ്ദീന്മാർ വന്നുകൊണ്ടേയിരിക്കും. അത് ഖിയാമത്ത് നാൾ വരെ വന്നുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം ലോകത്തോട് പറയുന്നു. അങ്ങനെയുള്ള ഈ മഹാനുഭാവനെ വിശ്വസിക്കുവാനും അദ്ദേഹത്തിന്റെ ശിഷ്യരായി തീരുവാനും കഴിഞ്ഞ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. നമ്മൾ
ഒരർത്ഥത്തിൽ ഇന്ന് സഹാബാക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വവും വളരെ വലുതാണ്. ഈ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സഹാബാക്കൾ ഏത് രീതിയിൽ ത്യാഗങ്ങൾ അനുഭവിച്ചുവോ അതേ രീതിയിൽ നാം ത്യാഗങ്ങൾ അനുഭവിക്കുവാൻ തയ്യാറാകണം, അതിനുവേണ്ടി സജ്ജരാകണം എന്നുള്ള ഒരു ഉണർത്തുപാട്ടാണ് ഈ 3 ദിനങ്ങളിലൂടെ നമ്മൾ ഇവിടെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രത്തെ ഉത്ബോധിപ്പിക്കുന്ന, ഉണർത്തുന്ന, അവർ ചെയ്ത ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ മാതൃക പുനഃസൃഷ്ടിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ആണ് അവർ ചെയ്ത ത്യാഗത്തിന്റെ സ്മരണകൾ നാം അയവിറക്കുന്നത്. പിതാവ് കൊണ്ട് സ്വന്തം മകനെ കഠാര കൊണ്ട് ബലിയർപ്പിക്കുവാൻ തയ്യാറായി നിന്ന ഇബ്രാഹിമിന്റെ ചിത്രം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകും. ദൈവകൽപ്പനയാണ് എന്ന് മനസ്സിലാക്കിയ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ ദൈവകൽപ്പനയുടെ മുമ്പിൽ തന്റെ ശിരസ് നമിച്ചു കൊടുത്ത ആ ത്യാഗത്തിന്റെ മഹത്തായ പൂർത്തീകരണങ്ങൾ നമ്മളിലൂടെ ഇവിടെ പുനർജനിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മക്കയിലുള്ള സർവ്വസമ്പത്തും അതുപോലെ സുന്ദരികളായ സ്ത്രീകളെയും വെച്ച് നീട്ടിക്കൊണ്ട് നീ ഇതിൽ നിന്നും മാറണമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ഒരു കൈയിൽ സൂര്യനെയും മറു കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും എനിക്കിതിൽ നിന്നും മാറുവാൻ സാധ്യമല്ല എന്ന് പ്രഘോഷിച്ച ആ സ്ഥൈര്യം നമ്മളിൽ വീണ്ടെടുക്കുവാനുള്ള ഉണർത്തുപാട്ടായിരിക്കണം ഈ 3 ദിനത്തിലെ ഏത് സംഘം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊച്ചു കൊച്ചു ഇബ്രാഹിംമാരും കൊച്ചു കൊച്ചു ഇസ്മായിൽമാരും കൊച്ചു കൊച്ചു മുഹമ്മദ്മാരുമായി ഈ നൂറ്റാണ്ടിൽ വന്ന അവരുടെ പ്രതിനിധിയായ നമ്മുടെ പ്രിയങ്കരായ ഖലീഫത്തുള്ള പിന്നിൽ അതിശക്തമായ നിലയിൽ ത്യാഗോജ്ജലമായ നിലയിൽ അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സുന്നത്ത് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിനും വിശ്വസാഹോദര്യം സംസ്ഥാപിക്കുന്നതിനും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി വീണ്ടും ഒരു ഉണർത്തുപാട്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ ആവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സമാരംഭ പ്രശ്നം